എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കണിമംഗലം പാടത്താണ് കേട്ടോ. പാടത്തെന്ന് പറഞ്ഞത് കേട്ടാ, നമ്മുടെ വണ്ടിയൊക്കെ കുറുക്കഞ്ചേരിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോണ റൂട്ടിൽ അവിടെ കണിമംഗലം ആ പാടത്തൊക്കെ വെള്ളം കയറിയിട്ട് നെൽകൃഷി നടത്തണോടത്ത്. അപ്പോൾ വീഡിയോ ഇടാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ശബരിമലയ്ക്ക് പോയി വന്നതോടുകൂടി നമ്മുടെ മിന്നൂസിന് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ വന്നേരം പിറ്റേ ദിവസം തൊട്ട് പനി തുടങ്ങിയ ആൾക്ക് പനി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഛർദി, വയറിളക്കം, അങ്ങനെ കുറേ. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ വൈറസ് ബാധിത ഉണ്ടായതാന്ന് പറഞ്ഞു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ, പിന്നെ വേറെ ഫുഡ്, അങ്ങനെ എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെയൊക്കെയാണ്. ഞങ്ങൾ വെള്ളം വർഷക്കാലമായി കഴിഞ്ഞാൽ വെള്ളം പരമാവധി ചൂടാക്കിയിട്ട് തന്നെ കുടിച്ചത്. ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോൾ ചൂടാക്കിയിട്ട് തന്നെ കുടിക്കണത്. അപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് അറിയില്ല. അപ്പോൾ പനിക്ക് കാണിക്കാൻ പോയി, പനിയൊക്കെ മാറി. പനി മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഛർദി വന്നു, വയറിളക്കം വന്നു, അത് പോയി മാറി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വയറുവേദനയാണ്. അപ്പോൾ വയറുവേദനയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ കണിമംഗല പാടത്ത് കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ചെയറും കാര്യങ്ങളുണ്ട്, നടക്കാനവർക്ക് നടക്കാം, അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മിന്നൂസിനെ പറ്റിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ അതുമാത്രമല്ല, വർഷക്കാലമാണ്. ഇപ്പോൾ എല്ലാവരും ചൂടായ വെള്ളം കുടിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. കുറേ വൈറസ് ബാധകളുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞാണ് നിങ്ങളോട് പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നമുക്ക് വരും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ പുറമെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും അത് അവനല്ലേ, നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് വന്ന കാരണമാണ്, ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് വന്ന കാരണമാണ് ഞാൻ പറയണത്. കാരണം വെച്ചാൽ മിന്നൂസിന് വളരെ വയ്യാണ്ടായി. അപ്പോൾ സ്കാനിങ് വരെ എത്തിയില്ല. ഇനിയിപ്പോൾ നാളെ ഡോക്ടറെ കാണിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് നമ്മൾ നന്നായി സൂക്ഷിക്കുക. ഒന്ന് ഈ ചെളി വെള്ളം കാര്യങ്ങളൊക്കെ കളിക്കാണ്ടിരിക്കുക. വേസ്റ്റുകളിൽ വെള്ളം ഒഴുകി വരുന്നുണ്ടാവും, അപ്പോൾ അതിൽ കളിക്കാണ്ടിരിക്കുക. പിന്നെ വെള്ളം ചൂടാക്കി കുടിക്കുക. പിന്നെ ഫുഡുകൾ, നമ്മുടെ നല്ല ഫുഡുകൾ കഴിക്കുക. ഇപ്പോൾ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധിയൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. പുറത്തുനിന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ പോയാലായി, പക്ഷേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വർഷക്കാരാണ്, കുട്ടികളെ പ്രത്യേകിച്ച്. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായി കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കും. സ്കൂൾ ബസ് കയറ്റി വിടും. അവിടുന്ന് ടീച്ചർ വിളിക്കും, കൊണ്ടുവരും. പിന്നെ ആശുപത്രി പോകും. അപ്പോൾ 2 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും. പിന്നെ വീണ്ടും പോവും, വീണ്ടും സ്കൂളിലേക്ക് കയറ്റി വിടും, വീണ്ടും സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കും, വീണ്ടും പോരും. ഇതാണ് അവസ്ഥ. അപ്പോൾ വേറെ കുട്ടികൾക്ക് ഇത് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി അതേമാതിരി കുട്ടികളെ കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്ന മാതിരി നിങ്ങൾക്ക് വരില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ജോലി കളഞ്ഞ് നടക്കുക. നമുക്ക് കുട്ടികൾക്ക് ജോലി കളഞ്ഞ് നടക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ജോലി കളയണ്ട, കുട്ടിക്ക് അസുഖം ഉണ്ടാവില്ല. കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് ഒരു കുട്ടിയുള്ളോ, എനിക്കൊക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടി വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമില്ല. അതിപ്പോൾ ശാലൂസിനായാലും എനിക്കായാലും മനസ്സിന് സുഖം ഉണ്ടാവില്ല, അസുഖം മാറാണ്ട്. അപ്പോൾ അതൊന്നും വരുത്താൻ നിൽക്കണ്ട. എല്ലാവരും ശ്രദ്ധിക്കുക. വർഷക്കാലമാണ്, കുട്ടികൾക്ക് വൈറസ് ബാധ വരുത്താണ്ടിരിക്കുക. വരുത്താൻ നമ്മളല്ല വരുത്തണത്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ വരില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഇതിന് വേറെ കുട്ടികൾക്ക് കിട്ടും ചിലപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ മിന്നൂസിന് ഇപ്പോൾ 2 കോട്ടം ഉണ്ടായപ്പോൾ പിന്നെ സ്കൂളിൽ ഇവിടെയാണ് നിർത്തിക്കണത്. ഇപ്പോൾ ശബരിമലയ്ക്ക് അന്ന് പോയെന്ന് അറിയില്ലേ, അന്നിവിടെ വീട്ടിൽ വന്ന് കയറി പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയാണ് കളി. 20-ാം തീയതി തൊട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ സ്കാൻ ചെയ്ത് വന്നിട്ട് ഇന്ന് നാളെ ഡോക്ടറെ കാണിക്കുമ്പോൾ അറിയാം എന്തിൻ്റെ പ്രശ്നമെന്ന്. അപ്പോൾ നമ്മുടെ മിന്നൂസൊക്കെ, ഇപ്പോൾ മിന്നൂസ് എൻ്റെ ഒപ്പം ഉണ്ട്. മിന്നൂസ് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മിന്നൂസിനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അത്യാവശ്യം. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞാൽ ഇവിടേക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ നാളെ തന്നെ വേഗം ഡോക്ടറെ കാണിച്ചോന്ന് പറഞ്ഞു. എന്തിട്ടാ സംഭവം നമുക്കറിയില്ല, നമുക്ക് കാണിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും കുട്ടികളെ നന്നായി ശ്രദ്ധിച്ചു നോക്കാം. ശരിട്ടാ. ന്യൂസ് ഇവിടെ ഉണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ വയ്യൊന്നും പറയില്ല. പക്ഷേ ഡോക്ടറും ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഷാലൂസ് മേക്കപ്പ് ചെയ്യാണ്ട് ആളെ വിട്ടില്ല, ഇത്തിരി ഭംഗിയാക്കിയിട്ട് തന്നെ കൊണ്ടുനടത്തണം. പിന്നെ ഞാനായതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശരിട്ടാ.